നൂറ്റാണ്ടുകൾ അപ്പുറത്ത് പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നു. എത്രയോ ആളുകൾ കുടിവെള്ളം കിട്ടാതെ വെളിച്ചം കാണാതെ കിടക്കുന്നു. നമ്മളിപ്പോൾ പ്രകാശപൂരിതമായ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ, നമ്മൾ 3 നേരത്തിന് 4 നേരം സുഭിക്ഷമായി കഴിക്കുമ്പോൾ, സ്വന്തം പേര് കരിക്കട്ട കൊണ്ടുപോലും എഴുതാത്ത എത്രയോ ആളുകൾ അപ്പുറത്ത് കിടക്കുന്നു. ഇന്ന് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം കിട്ടി 78 വർഷം കഴിഞ്ഞിട്ടും ഈ സമയത്ത് എത്ര പട്ടണങ്ങളിൽ നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി നടക്കാൻ സാധിക്കും? സ്വാതന്ത്ര്യത്തിന്റെ അളവുകോൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. തുലവും തുച്ഛമാണ്. എന്ത് പറ്റി നമ്മുടെ യുവാക്കൾക്ക് ഇങ്ങനെ നരാധന്മാരാകാൻ? കുറച്ച് നാളുകൾക്ക് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് പ്രകാരമായിരുന്നു, വളരാൻ എനിക്ക് പേടിയാകുന്നു അമ്മേ എന്നും. ഇത് 5 വയസ്സായ ഒരു പെൺകുട്ടി അവളുടെ അമ്മയോട് നോക്കി വിലപിക്കുന്നതാണെങ്കിൽ സാംസ്കാരിക കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സമയമാണെന്ന് ഞാൻ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പ് ഒരുപാട് ത്യാഗസംഘങ്ങൾ കടന്നുപോയി. അവരവരുടെ ജീവനും അവരുടെ സ്വത്തും സൗഭാഗ്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി നൽകുകയായിരുന്നു. അവരവരുടെ ഇന്നലെകൾ നമ്മുടെ ഇന്നുകൾക്ക് വേണ്ടി നൽകുകയായിരുന്നു. അവരവരുടെ ബാല്യവും കൗമാരവും ഒക്കെ നമുക്ക് വേണ്ടി നൽകുകയായിരുന്നു. എൻ്റെ രാജ്യമേ, നിനക്ക് വേണ്ടി ഒരു ജീവിതം കൂടി ഹോമിക്കാൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് വിലപിക്കാൻ പോകുന്ന ബെഞ്ചമിൻ മുളൈസിനെ പോലുള്ള കവികള് ഈ ചെമ്പുമുക്ക് പ്രദേശത്ത് നിന്നുണ്ടാകണം. എൻ്റെ ഹൃദയമേ, നീ എനിക്കെതിരൊരു സാക്ഷിയായി ഉയരാതിരിക്കണമെന്ന് പറയാൻ പറ്റുന്ന നീതി സൂര്യന്മാര് ഈ കുടുംബ കൂട്ടായ്മയിൽ നിന്നുണ്ടാകണം. അഴിമതി ആഭരണമായി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിൽ പാതകങ്ങൾ മഴ പെയ്യുമ്പോൾ മാനുഷാദ മന്ത്രത്തിന്റെ പൊരുടേറ്റുമാറ്റിക്കൊണ്ട് അരുത് കാട്ടാള എന്ന് പറയാൻ കഴിയുന്ന യുവാക്കൾ നമുക്ക് വേണം. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആർജവം കാണിച്ച കുട്ടിയുടെ ധൈര്യം ഉൾക്കൊള്ളുന്ന യുവാക്കൾ നമുക്കുണ്ടാകണം. അവർ പാതയോരങ്ങളിൽ കാത്തു നിൽക്കണം, പുതിയ പുതിയ രാജാക്കന്മാരെയും കാത്ത്. സമൂഹത്തിന്റെ ഓരത്തിലേക്ക് വഴിച്ചെറിയപ്പെട്ടവര്, നിശബ്ദരാക്കപ്പെട്ടവര്, അടയാളപ്പെടുത്താത്ത ഭാഷണങ്ങള്, അവരുടെ പക്ഷം നിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് എന്ന് കഴിയുമോ അന്ന് മാത്രമേ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ശ്രേഷ്ഠകരമെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഒരു മതേതര രാഷ്ട്രത്തിന്റെ പരിധിയും പരമാവധിയും ഉത്തമമായി ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാം ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. നമ്മളിൽ നിന്ന് മനുഷ്യ നന്മ ചോർന്നു പോകുന്നോ എന്ന് സംശയിക്കുന്നു സമകാലീന സംഭവങ്ങൾ. പണ്ട് ഈ സമയത്ത് നമ്മുടെ അമ്മമാരെല്ലാം കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൗഹൃദത്തിന്റെ ഒരു കരിച്ചേരുവയെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. ഈ നേരത്ത് നമ്മുടെ വീട്ടിൽ കറി വയ്ക്കാൻ നേരത്ത് ഉപ്പില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലേക്ക്, അത് മുസൽമാന്റെയോ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഒന്നും വേർതിരിവില്ലാതെ അവിടെ നിന്ന് ഉപ്പ് വാങ്ങി കറിയിട്ട് മക്കൾക്ക് കൊടുക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു നമുക്ക്. പാതിരാത്രിയിൽ വഴി ചോദിച്ചു വരുന്നവനെ അങ്ങനെ ചൂട്ടും കത്തിച്ച് എത്തിക്കുന്ന പിതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ന് പാതയോരങ്ങളിൽ അപകടപ്പെട്ട് കിടക്കുന്നവൻ അടുത്ത് ചെന്ന് ഫോട്ടോ എടുത്ത് ലൈക്കിന് വേണ്ടി ഇടുന്നു. അവൻ ആശുപത്രിയിൽ എത്തിക്കാതെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉൾപ്പെടെ പ്രതിസ്ഥാനത്തുണ്ടെങ്കിൽ, പുതിയ തലമുറ ഉൾപ്പെടെ പ്രതിസ്ഥാനത്തുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ സാമൂഹ്യ ബോധത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരവസരം കൂടിയാണെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയുള്ളൂ. വിവിധങ്ങളായ ആളുകൾ ചേർന്ന വർണ്ണവർഗങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ദയാലുവും കൊലപാതകയും അതിസമർത്ഥനും മഹാബുദ്ധിയും അധ്വാനശീലനും കുഴിമണിയും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു ചരടിൽ കോർത്ത തോരണം പോലെ, മഴവില്ലിന്റെ സപ്തവർണ്ണങ്ങൾ ചേർത്തിരിക്കുന്നത് പോലെ ഈ ചെമ്പുമുക്ക് പ്രദേശത്ത് ഈ ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് എല്ലാ ചുറ്റുമുള്ള സഹോദരന്മാരും മതസ്ഥരോടും ഒപ്പം ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മളുടെ ഈ കുടുംബ കൂട്ടായ്മയുടെ അർത്ഥം സാർത്ഥകമാകുന്നതെന്ന് വിനീതപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും കൂടാതെ 4-മതല്ലെങ്കിൽ 5-മതൊരാൾ ഈ മണ്ണിൽ ജീവിക്കുന്നുവെന്നും അവന്റെ പ്രശ്നങ്ങൾ എന്റേതു കൂടിയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പുതിയ തലമുറയുടെ ഉദയം കാണുന്ന തരത്തിലേക്ക് പ്രചോദക ഘടകമായി ഈ യൂണിറ്റ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി